തുറക്കുന്ന സ്ഥലത്തിനെയാണ് നേസോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ നാരോ, വളരെ ഇടുങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊരു ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ അലർജി വരുന്നതൊക്കെ സമയത്ത് ഈ അഡിനോയിഡ് ഗ്രന്ഥി കുറച്ച് വീങ്ങും. അതുപോലെ ഒരു പ്രായത്തിൽ അവർക്ക് നോർമലി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിൻ്റെ സമയത്ത്, വളർച്ചയുടെ സമയത്ത് എല്ലാ ലിംഫോയിഡ് ഓർഗൻസും കുറച്ചൊന്ന് വലുതാവുന്ന ഒരു പ്രായമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഇൻഫെക്ഷൻസ്, അഡിനോയിഡൈറ്റിസ് അല്ലെങ്കിൽ അഡിനോ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നത്, അഡിനോയിഡ് ഇൻഫെക്ഷനും അതുപോലെ ടോൺസിൽസിൻ്റെ ഇൻഫെക്ഷനും കൂടെ ഒരുമിച്ച് വരുന്ന സംഭവം, അതല്ലെങ്കിൽ അലർജി ഉള്ളു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ അഡിനോയിഡും കൂടെ ഒരുപാട് വീങ്ങി വരുമ്പോഴത്തേക്ക് പൊതുവേ തന്നെ വളരെ നാരോ ആയിട്ട് ഇടുങ്ങിയ സ്ഥലത്ത് ഇത് അഡിനോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് വീങ്ങുകയും കൂടെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് പല ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഈ അഡിനോയിഡിനെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്നതിന് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക?